ബാഗ്, 2 ബാഗ്, പിന്നെ ഒരു കവറിനകത്ത് സാധനം എല്ലാം കൂടി എടുത്തോണ്ടാണ് പോകുന്നത്. നല്ല പരിപാടി തന്നെ. അവരവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. മേഘയും അഖിലും തമ്മിൽ ആദ്യമായിട്ടല്ല പ്രശ്നം ഉണ്ടാവുന്നത്. വിവാഹം കഴിഞ്ഞ് ഏകദേശം 2 വർഷമായിപ്പോ. ഇതിനിടക്ക് തന്നെ 1 വർഷം മുമ്പ് ഇവർ തമ്മിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നം പോലീസ് സ്റ്റേഷൻ വരെ കണ്ടന്റ് ക്രിയേറ്ററും ഇൻഫ്ലുവൻസറുമായ അഖിൽ NRയുടെയും ഭാര്യ മേഘയുടെയും ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് ഏകദേശം 2 വർഷത്തിനടക്കം ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിലുള്ള സൈബർ വിചാരണക്കാണ് ഇതിനോടകം തന്നെ ഇരയായിട്ടുള്ളത്. അങ്ങനെ ഞാൻ 2-3 ദിവസമായെന്ന് തോന്നുന്നു ഈ ഒരു വിഷയം നടന്നിട്ട്. ഇതാണ്ട ബാഗ്, 2 ബാഗ്, പിന്നെ ഒരു കവറിനകത്ത് സാധനം എല്ലാം കൂടി എടുത്തോണ്ടാണ് പോകുന്നത്. നല്ല പരിപാടി തന്നെ. അവരവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് വേണം. എന്തുകൂടെ ഇത്? എന്ത് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്? ഈ ഒരു വിഷയമൊക്കെ ഉണ്ടല്ലോ, എടുത്തു വെച്ചിട്ട് പബ്ലിക്കിൽ കാണിക്കുക തന്നെ വേണം. അതിന്റെ പേരും പറഞ്ഞിട്ട് ഇനിയിപ്പം ആൾക്കാർ വന്ന് തെറി വിളിക്കാൻ, അയ്യോ അത് അവരുടെ ജീവിതമല്ല മലയാളം കൂടെ ഒന്നുമല്ല. ആ ചെക്കന്റെ ഭാവി എന്താ അതാലോചിച്ചാൽ മതി. അവൻ ഈ വിഷയത്തിനകത്ത് ഒരു മനുഷ്യരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു പെൺകുട്ടിയെ 10 പേര് അറിയാൻ കാരണം ആരാ? അവനിൽ ത്രൂ ആണ് എല്ലാവരും അറിയാൻ തുടങ്ങിയത് അല്ലേ? ഇത് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അഖിൽ NRയുടെ വീഡിയോസോ റീൽസുകളോ ഒന്നും ഞാൻ അങ്ങനെ കാണാറില്ല. എനിക്ക് ഇഷ്ടവുമല്ല. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവർക്ക് ചിലപ്പം അത് ഇഷ്ടമായിരിക്കാം. അദ്ദേഹം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന റീലുകൾ ചെയ്യുന്ന ആളുമായിരിക്കാം. ഞാൻ കാണാത്തത് കൊണ്ട് എനിക്കറിയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന്റെ കണ്ടന്റ് ക്രിയേഷനോടുള്ള എന്റെ താല്പര്യക്കുറവ് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ജീവിതത്തിലെ ഏറ്റവും നിർണായകവും ദൗർഭാഗ്യകരവുമായ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തിപരമായിട്ട് ഞാൻ അഖിലിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഒരാളുടെ ക്രിയേറ്റീവ് വർക്കിനോടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറം ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു മനുഷ്യനോട് കാണിക്കുന്ന സാമാന്യ മര്യാദയാണ്, സാമാന്യ മനുഷ്യത്വമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ലഭ്യമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ അഖിലുമായി സംസാരിച്ചിട്ടുള്ള ആളുകളുമായി അഖിൽ വളരെ പക്വതയോടെയും മാന്യതയോടെയും സംയമനത്തോടെയുമാണ് പെരുമാറിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ആ ധന്യക്ക് ഒരു പക്ഷെ അതായിരിക്കാം നല്ലതായി തോന്നിയത്, അതുകൊണ്ട് അവർ പോയി. അതിന്റെ പേരിൽ അവരെ ആരും കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിന്റെ സൗഹൃദ വലയവുമായി പങ്കുവച്ചത്. ഈ ഘട്ടത്തിൽ അഖിലിനെതിരെ ഉയർന്ന വിമർശനങ്ങളുണ്ടല്ലോ, അതൊന്നും സാരമില്ല. അദ്ദേഹം അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇതിന്റെ പേരിൽ മേഘയെ ആരും വേട്ടയാടേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഈ നിലപാട് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഒരു കാലത്ത് തന്റെ പങ്കാളിയായിരുന്ന സഹജീവിയോട് കാണിക്കുന്നത് മാതൃകാപരമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ്. മേഘയും അഖിലും തമ്മിൽ ആദ്യമായിട്ടല്ല പ്രശ്നം ഉണ്ടാവുന്നത്. വിവാഹം കഴിഞ്ഞ് ഏകദേശം 2 വർഷമായിപ്പോ. ഇതിനിടക്ക് തന്നെ 1 വർഷം മുമ്പ് ഇവർ തമ്മിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഈ പ്രശ്നം പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിട്ടുണ്ടായിരുന്നുവെന്നാണ് അഖിലുമായി ബന്ധപ്പെട്ട സർക്കിളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം അഖിൽ എന്ന വ്യക്തി തന്റെ കരിയറിന് മാത്രം പ്രാധാന്യം നൽകിയിരുന്ന വ്യക്തിയാണെന്നും ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് യാതൊരു പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയോ പരിഗണനയോ മേഘയ്ക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വിമർശനം വരുന്നുണ്ട്. എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ തന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരം വിമർശനങ്ങളിൽ യാതൊരു കഴമ്പും ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മേഖല എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് കുടുംബ പ്രശ്നങ്ങളാകട്ടെ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാകട്ടെ, അതിനോട് ഇത്തരത്തിലാണോ മേഘ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ്. കരിയറും കുടുംബജീവിതവും പങ്കാളിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നും അദ്ദേഹം വേണ്ട പരിഗണന നൽകുന്നില്ല എന്നും തോന്നിയത് അക്കാര്യം അഖിലിനോട് തുറന്നു പറയാനുള്ള ഒരു അവസരം ഇവിടെ മേഘയ്ക്ക് ഉണ്ടായിരുന്നു. മാന്യമായി ഡൈവേഴ്സ് ചെയ്ത് പിരിയാൻ പോംവഴികൾ ഉള്ളപ്പോൾ തന്നെ ഇത്തരത്തിൽ ഒളിച്ചോടിപ്പോയി എല്ലാവരും നാണം കെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. നമുക്ക് വിയോജിപ്പുള്ളത് ഇവിടെയാണ്. ഈ ഒളിച്ചോട്ടം അഖിലിനെയും കുടുംബത്തെയും മാത്രമാണോ ബാധിച്ചത്? ഒരിക്കലുമല്ല, ധന്യയും ബാധിച്ചില്ലേ ഇത്? ഈ നാട്ടിൽ ഇനിയും ധന്യക്ക് ജീവിക്കണ്ടേ സന്തോഷകരമായിട്ട്? ഈ ധന്യ പോയിരിക്കുന്നത് ഒരു ബസ് തൊഴിലാളിയുടെ കൂടെയാണ് എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതിനെ കുറെ പേര് പരിഹസിക്കുന്നുണ്ട്. അല്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് ബസ്സുകാരെയാണ് ഭയങ്കര ഇഷ്ടം. അഖിലിനെ പോലെ ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഭാര്യയായിരുന്ന ഒരാൾ കേവലം ബസ്സുകാരനെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിഹാസങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇത്ര ആളുകൾ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ ബസ് തൊഴിലാളി എന്ന് പറയുന്നത് ഒരു തൊഴിൽ മേഖലയാണ്. അതായത് ഒരു എഞ്ചിനീയറോ ഡോക്ടറോ അവരവരുടെ മേഖലയിൽ ചെയ്യുന്ന ജോലി പോലെ ഒരു ബസ് തൊഴിലാളി അദ്ദേഹത്തിന്റെ മേഖലയിൽ ജോലി ചെയ്യുന്നു. ഇതിനെ അധിക്ഷേപിക്കേണ്ട കാര്യം എന്താണ്? ഒരാളുടെ തൊഴിലിനെ അല്ല, നേരെ മറിച്ച് അയാൾ സ്വീകരിച്ച വഴിയാണ് നമ്മൾ വിമർശിക്കുന്നത്.
എന്നാൽ ഇതിന്റെ ഒക്കെ പുറത്ത് അഖിലിനെ നിരവധി പേര് സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഭാര്യ ചാടിപ്പോയില്ലേ, അങ്ങനത്തവനെ ഇങ്ങനത്തവനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്തരക്കാരുടെ മാനസികാവസ്ഥയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരാളുടെ ജീവിതം തകർന്നിരിക്കുന്ന ഈ ദുരന്ത നിമിഷത്തിൽ അയാളെ നോക്കി ആനന്ദം കണ്ടെത്തുന്നത് എന്ത് തരം ഭ്രാന്താണ്? ഈ കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭാര്യ എന്ന് പറയുന്നത് അഖിലിന് മാത്രമുള്ള സാധനമല്ല. നിങ്ങൾക്കുണ്ടാവില്ലേ ഭാര്യ? ഒരു പക്ഷേ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ ഭാര്യ? അവരെന്താ ഒളിച്ചോടി പോകാൻ സാധ്യതയില്ലേ? എന്ത് കണ്ടാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്? ഒരു പക്ഷെ അവരെ ഒളിച്ചോടി പോയാൽ, ഒരാളെ ഭാര്യ ഒളിച്ചോടി പോയി എന്ന കാരണത്താൽ കളിയാക്കുന്ന ആളുകൾ ഇതൊക്കെ ചിന്തിക്കണം. എന്റെ വീട്ടിലുണ്ട് ഭാര്യ, അല്ലെങ്കിൽ നാളെ ഞാനൊരു കല്യാണം കഴിക്കും, അപ്പൊ എനിക്കും ഉണ്ടാവും ഭാര്യ. ഇവരും ഒളിച്ചോടി പോകാനുള്ള സാധ്യത ഇല്ലേ? അതുകൊണ്ട് ഇത്തരം പ്രതിസന്ധികളൊക്കെ നമ്മൾ ആർക്കും വരാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരാളെ പരിഹസിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ നാളെ ഞാനും പോയേക്കാം എന്നുള്ള ഓർമ്മ ഈ പരിഹസിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ സാധ്യതകളാണ് മറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ അസൂയയും കുശുമ്പും ഒക്കെ കൊത്തി നിറച്ച് ഒരാൾ തകർന്നു നിൽക്കുമ്പോൾ രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ അയാളെ സമാധാനിപ്പിക്കാൻ നിൽക്കുന്നതിന് പകരം പരിഹസിക്കാൻ നിൽക്കുന്നത് ഒരു തരം വെട്ടിത്തരമാണ്. ഈ വെട്ടിത്തരൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി. വളരെ ആഘോഷമായിട്ടായിരുന്നു ധന്യയുടെയും അഖിലിന്റെയും വിവാഹം, നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അഖിലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിൽ അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു നാൾക്ക് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. എല്ലാവരോടുമായിട്ട് അവസാനം ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നമുക്ക് ഒരു ബന്ധത്തിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അത്രയും കാലം നിങ്ങളുടെ കൂടെ കഴിഞ്ഞ നിങ്ങളുടെ പാർട്ട്ണറെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ അപമാനിക്കാൻ നിൽക്കാതെ നിയമപരമായിട്ടുള്ള ഡിവോഴ്സ് നടത്തി മാന്യമായിട്ടുള്ള ഒരു പുതിയ ജീവിതത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. ഇതുപോലുള്ള ഒളിച്ചോട്ടം പോലുള്ള വിഡ്ഢിത്തങ്ങൾ നടത്തിക്കൊണ്ട് ആരെയും പരിഹസിക്കാൻ ദയവ് ചെയ്ത് ഇനി ഒളിച്ചോടാൻ നിൽക്കുന്ന ആളുകൾ കൂടി മെനക്കെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങളെ പങ്കാളി മാത്രമല്ലല്ലോ ജീവിതകാലം മുഴുവൻ നാറാൻ പോകുന്നത്. ഈ ഒളിച്ചോടി പോകുന്ന ആളുകൾ നാറില്ലേ? എത്ര കാലം ഇവര് ഒളിച്ചിരിക്കും? പുറത്തേക്ക് ഇറങ്ങേണ്ടി വരില്ലേ? ആളുകളെ ഫേസ് ചെയ്യേണ്ടി വരില്ലേ? ആളുകളെ നിങ്ങളെ കുറിച്ച് അടക്കം പറയില്ലേ? ഇതൊന്നും നിങ്ങൾക്ക് ബാധിക്കില്ല, പങ്കാളിക്ക് മാത്രം ബാധിക്കും എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇത്തരം വിഡ്ഢിത്തങ്ങളൊക്കെ അവസാനിച്ച് ഒളിച്ചോടാൻ പോകുന്നവർ പെയ്ക്കോ. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഭർത്താവിനൊരു ഭാര്യ പേരാണ്, ചേട്ടാ നിങ്ങൾ പോരാ, തീരെ പോരാ, നിങ്ങൾക്ക് മറ്റൊരാളുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭർത്താവ് തടഞ്ഞു വെക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഭാര്യമാരുടെ കാര്യം. ഭർത്താവ് ഭാര്യയോട് പറയണം, ഭാര്യ നീ പോരാ, നീ അത്ര ഞാൻ വിചാരിച്ചത്ര പോരാ, അതുകൊണ്ട് ഞാൻ വേറെ നോക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയെ നിങ്ങളെ തടഞ്ഞു വെക്കാൻ പോകുന്നില്ല. ആ യാഥാർത്ഥ്യം ഒളിച്ചോടാൻ നിൽക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ എന്തിനാണ് ഒളിച്ചോടി പോകുന്നേ? ഒളിക്കാതെ തന്നെ പകൽ വെളിച്ചത്തിലൂടെ പോയിക്കൂടെ? ഡിവോഴ്സ് ഒക്കെ ചെയ്ത് മാന്യമായിട്ട് പിരിഞ്ഞിട്ട്. നിങ്ങൾ ഈ ഒളിച്ചോടി പോയിട്ട് നിങ്ങളോ മാനം കെടും. ഈ പങ്കാളിയെ കൂടി നാണക്കേട്ടിലാക്കുന്നത് എന്തിനാ? അതിന് പകരം മാന്യമായിട്ട് നിങ്ങൾക്ക് രണ്ടാക്കും പിരിയാനുള്ള അവസരങ്ങൾ ഈ നാട്ടിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒളിച്ചോടുന്നവരോടായിട്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, അല്പം പക്വതയോടെയും മനുഷ്യത്വത്തോടെയും പെരുമാറി മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ പങ്കാളി തൃപ്തനല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോകണം. ആരെയും അപമാനിക്കാൻ നിൽക്കരുത് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗത്തിൽ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ കാലത്തേക്ക് വിട പറയുന്നു.